ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി ചൈനയിലോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഈ ഒരു യാത്ര ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്നത് അത് അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും തന്നെയാണ്. കാരണം നമുക്കറിയാം, ഈ യുദ്ധം തുടങ്ങിയ സമയം മുതൽ ഇസ്രായേലും അമേരിക്കയും രണ്ട് ലോകരാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. സകല അറബ് രാജ്യങ്ങളും അവർക്ക് വേണ്ടിയിട്ടെല്ലാം ഒഴിഞ്ഞിട്ട് കൊടുക്കുന്നു, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നുള്ള രീതിയിൽ. അങ്ങനെ യുദ്ധം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇറാനെ സപ്പോർട്ട് ചെയ്ത രണ്ട് രാജ്യങ്ങളാണ്. അത് പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും മിസൈലുകൾ കൊടുത്തിട്ടും മറ്റ് റോ മെറ്റീരിയൽസ് കൊടുത്തിട്ടും മറ്റ് ഇൻ്റലിജൻസ് സപ്പോർട്ട് കൊടുത്തിട്ടും മറ്റ് ഉപഗ്രഹ സപ്പോർട്ടുകൾ കൊടുത്തിട്ടും റഷ്യയും ചൈനയുമാണ് ഇറാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു, അമേരിക്കക്കാർ ഈവൻ ഇസ്ലാമാബാദിൽ ഇറാൻ്റെ പ്രതിനിധികളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ചർച്ചയ്ക്ക്. ആ സമയത്ത് പോലും ഇറാൻ പോയിട്ടുള്ളത് എങ്ങോട്ടാണ്? റഷ്യയിലോട്ടാണ്. റഷ്യയിലെ പുടിനുമായിട്ടുള്ള മീറ്റിംഗ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് പുടിൻ്റെ പൂർണ്ണ ഉറപ്പ്, അതായത് നിങ്ങൾ ഏത് സാഹചര്യത്തിലും ഇറാനെ സഹായിക്കും, ഇറാൻ്റെ കൂടെ നിൽക്കും എന്ന് പുടിൻ പച്ചക്ക് തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ ആഴ്ച രണ്ടാമത്തെ സഖ്യകക്ഷിയായിട്ടുള്ള ചൈനയിലോട്ടാണ് ഇറാൻ്റെ അടുത്ത യാത്ര. ഓൾറെഡി യാത്ര പുറപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇനി ഈ ഒരു മീറ്റിങ്ങിൽ അവർ ഏത് രീതിയിലുള്ള സപ്പോർട്ടുകളും അല്ലെങ്കിൽ എന്തായിരിക്കും ഈ ഒരു നയതന്ത്ര മീറ്റിങ്ങിൻ്റെ പിന്നിലുള്ളത് എന്ന് ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ഇറാനും ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയായിരിക്കും. അപ്പോൾ ഈ ഒരു യാത്രയുടെ ബാക്കി കാര്യങ്ങളും ഡീറ്റെയിൽസ് നമുക്ക് പുറത്തോട്ട് വരും. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി എന്താണ് അവിടെ നടക്കുന്ന ചർച്ചകൾ എന്നൊക്കെ പറ്റിയുള്ളൊരു വീഡിയോ നമുക്ക് അപ്പോൾ ചെയ്യാം. അപ്പോൾ ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു യുദ്ധത്തിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിട്ട് അടുത്തത് മാറാൻ പോകുന്നത് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പം ഈ അറബ് രാജ്യങ്ങൾ മൊത്തം ഇറാനെതിരെ നിൽക്കുന്ന സമയത്തും എങ്ങനെയെങ്കിലും ഇറാനിയും അതുപോലെ തന്നെ സൗദിനെയൊക്കെ ഒന്നിപ്പിക്കാൻ നോക്കിയത്, അല്ലെങ്കിൽ സൗദി ഇറാൻ തമ്മിലുള്ള ആ ഒരു നയതന്ത്രം ബെറ്റർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ട്രൈ ചെയ്തിട്ടുള്ള രാജ്യം കൂടെ ചൈനയാണ്. അത് നമ്മളിപ്പോൾ കണ്ടതേ ഉള്ളൂ. അപ്പം അതേ ചൈനയിലോട്ടുള്ള ഈ ഒരു യാത്ര എത്രത്തോളം ഈ ഒരു യുദ്ധത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. നമുക്ക് നോക്കാം. ഏതാണെങ്കിലും ആ ഒരു കാര്യം അവിടെ നടക്കട്ടെ. ഈ ഒരു കാര്യത്തിന് മുമ്പ്, അതായത് ഈ ഒരു യാത്രയുടെ മുമ്പായിട്ട് അബ്ബാസ് അറാക്ചി ഒരു പ്രസ്താവന പുറത്തോട്ട് വിട്ടിരുന്നു ഇന്നലെ. അതായത് ചർച്ച പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ദുരുദ്ദേശത്തോടുള്ള കക്ഷികൾ ഒരുക്കുന്ന ചതുപ്പിൽ വീഴാതിരിക്കാൻ അമേരിക്കയും UAEയും ജാഗ്രത പാലിക്കണം എന്നും പറഞ്ഞിട്ടായിരുന്നു ആ ഒരു ഇതുണ്ടായിരുന്നു. അതായത് അത് ഉദ്ദേശത്തിൽ വേറെ ആരെയല്ല, ഇസ്രായേലിലെ തന്നെയാണ്. അതായത് ഈ ഒരു ചർച്ച നല്ല രീതിയിൽ നടന്ന് അല്ലെങ്കിൽ ഈ ചർച്ചയോടുകൂടി യുദ്ധം അവസാനിക്കും എന്നുള്ള രീതിയിൽ പോകുന്നതിൻ്റെ അതിൻ്റെ ഇടയിൽ പലതരത്തിലുള്ള ചതികളും വെച്ചിട്ട് അതിലോട്ട് അമേരിക്കയും അതുപോലെ തന്നെ UAE പോലത്തെ രാജ്യങ്ങളെയൊക്കെ വീഴ്ത്താൻ നോക്കുന്ന ഏറ്റവും വലിയ ചെകുത്താൻ ശക്തികളായിട്ടുള്ള ഇസ്രായേലിനെ ഒന്ന് നോട്ട് ചെയ്യുക എന്നായിരുന്നു അബ്ബാസ് അറാക്ചിൻ്റെ ഒരു പ്രസ്താവന എന്നത്. അതൊരു വലിയ എന്താ പറയുക, ഒരു മുന്നറിയിപ്പും കൂടെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതവിടെ ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടക്കാണ് ഇസ്രായേലി പത്രമായിട്ടുള്ള ഹാരഡ്സിൽ എന്താ പറയുക ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. ആ പ്രസ്താവന എങ്ങനെയാണ്? ഈ നിരീക്ഷണം ഇസ്രായേലിനെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് വളരെ ഗൗരവമേറിയിട്ടുള്ള ഒരു വിലയിരുത്തലാണ് ഈ ഒരു പേപ്പറിൽ, ഇസ്രായേലി പത്രത്തിൽ തന്നെ വന്നിട്ടുള്ളത്. നെതന്യാഹു ഒരിക്കൽ കീഴ്പ്പെടും, പക്ഷേ അദ്ദേഹം പടിയിറക്കത്തോടെ രാജ്യം മരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നെതന്യാഹു ഒരു കാലത്ത് ഒന്നുകിൽ ആരെങ്കിലും തട്ടിപ്പോയിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കൊന്നു കളഞ്ഞിട്ടോ അതല്ലെങ്കിൽ ഭരണത്തിൽ നിന്ന് പുറത്തിറങ്ങേണ്ട ഒരു സമയം വരും. അങ്ങനെ പുള്ളി അങ്ങ് ഇറങ്ങിപ്പോവും, അയാളെ പാട്ടിനങ്ങ് ഇറങ്ങിപ്പോവും. അതോടുകൂടി ഇസ്രായേൽ നമ്മുടെ രാജ്യം മരിച്ചിരിക്കും എന്നാണ് ഈ ഒരു പ്രസ്താവന ഈ ഒരു പത്രത്തിലൂടെ പുറത്തോട്ട് വന്നിട്ടുള്ളത്. അതായത് ബെഞ്ചമിൻ നെതന്യാഹു ഇന്നല്ലെങ്കിൽ നാളെ അധികാരത്തിൽ നിന്നും പുറത്തോട്ട് പോകും. എന്നാൽ ഇസ്രായേലിൻ്റെ ഭരണ സംവിധാനവും അന്താരാഷ്ട്ര തലത്തിലുള്ള വിശ്വാസ്യതയും അദ്ദേഹം വരുത്തി വെച്ചിട്ടുള്ള ആഘാതങ്ങൾ അത്ര എളുപ്പത്തിൽ മറക്കാനോ പരിഹരിക്കാനോ പറ്റുന്നതല്ല എന്നാണ് ഈ പ്രസ്താവന പറഞ്ഞിട്ടുള്ളത്. അത് ഭരണഘടനാപരമായിട്ടുള്ള ചർച്ച അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഭരണഘടനാപരമായിട്ട് ഇസ്രായേലിൽ നടന്നിട്ടുള്ള തകർച്ച എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നെതന്യാഹുവിൻ്റെ ഭരണകാലത്ത് നീതിന്യായ വ്യവസ്ഥ ദുർബലപ്പെടുത്താൻ നടന്ന ശ്രമങ്ങൾ രാജ്യത്തെ ജനാധിപത്യ അടിത്തറയെ തന്നെ തകർക്കുന്നുവെന്നാണ് ഈ പത്രത്തിൽ ഇത്തരത്തിലുള്ള വിമർശനത്തിലൂടെ ആളുകൾ പുറത്തോട്ട് പറയുന്നത്. അന്താരാഷ്ട്ര പ്രതിച്ഛായ, അതായത് ആഗോളതലത്തിൽ ഇസ്രായേലിനുണ്ടായിട്ടുള്ള നയതന്ത്രപരമായിട്ടുള്ള മുൻതൂക്കവും വിശ്വാസ്യതയും കംപ്ലീറ്റ്ലി നഷ്ടപ്പെട്ടു. ഇപ്പം നാറ്റോ രാജ്യങ്ങൾ പോലത്തെ മറ്റ് രാജ്യങ്ങളെല്ലാം ഇസ്രായേലിനെതിരെ നിൽക്കുന്ന, അല്ലെങ്കിൽ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറബ് രാജ്യങ്ങൾ കുറച്ച് അവരുടെ വാല് പിടിച്ച് നിൽക്കുക എന്നല്ലാണ്ട് ബാക്കി എല്ലാ രാജ്യങ്ങളും ഇസ്രായേലുമായിട്ടുള്ള ഒരു നല്ല ബന്ധം പുലർത്താൻ താല്പര്യപ്പെടാത്ത ആളുകളാണ്. പിന്നെയും അമേരിക്കയുടെ ചില താരിഫ് ഇഷ്യൂസും ട്രേഡിംഗ് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മാത്രം തുറന്ന് ഇസ്രായേലിനെതിരെ സംസാരിക്കാതിരിക്കുന്ന രാജ്യങ്ങളാണ് കൂടുതലും ഇപ്പോൾ നാറ്റോയിലും ഇവിടെയൊക്കെ ഉള്ളത്. അത് പെട്ടുപോയവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളുടെ ഉള്ളിൽ ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ഒരു വേണ്ട എന്നുള്ള ജൂതൻ അടുപ്പിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്നുള്ള തോന്നൽ കൊണ്ടുവരാൻ നെതന്യാഹുവിൻ്റെ ഈ ഒരു കാലഘട്ടം അതിനുള്ള മുൻകരുതൽ എടുക്കണം എന്നാണ് ഈ ഒരു ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതുമാത്രമല്ല, ഇസ്രായേലി സമൂഹത്തിനുള്ളിൽ രൂപപ്പെട്ട തീവ്രമായിട്ടുള്ള രാഷ്ട്രീയ മതപരമായിട്ടുള്ള ഒരു വിഭജനം ഉണ്ടായിട്ടുണ്ട്. നെതന്യാഹുവിന് ശേഷം വരുന്ന ഒരു നേതാവും എളുപ്പത്തിൽ കൂട്ടിയിണക്കാൻ കഴിയുന്നതല്ല
ഇത് രാജ്യം മരിക്കുന്ന അവസ്ഥയിലോട്ട് എത്തും എന്നാണ് ഈ ഒരു പ്രയോഗത്തിലൂടെ പറഞ്ഞിട്ടുള്ളത്. അതായത് അവിടെ തന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സംഘികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളെയും ഒക്കെ തമ്മിൽ അടുപ്പിക്കുന്നുണ്ടല്ലോ, അതേപോലത്തെ ഒരു അവസ്ഥയിൽ ഇസ്രായേൽ ആയിട്ടുണ്ട്. തീവ്രത ഉള്ള ആളുകൾ ഇപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ അവിടെ ദുരിതം അനുഭവിക്കുന്നത് അവർ ഒന്ന് മുസ്ലിങ്ങളെ അടുപ്പിക്കുന്നു, അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ഗസയിൽ അവിടെ ചുട്ടുന്നു അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കുന്നു. അതേ സാഹചര്യത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളുള്ള സ്ഥലം തന്നെയാണിത്. ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവിടെ തന്നെ അതായത് രണ്ട് തരം ഇസ്രായേലുണ്ട്. രണ്ട് ഇസ്രായേലുണ്ട്. അതിൽ ഒരു സ്ഥലത്ത് ഒരു ഭാഗത്ത് അവർ കാണുന്നത് കറുത്ത ജൂതന്മാർ, അതല്ലെങ്കിൽ ക്രിസ്ത്യാനികളായിട്ടുള്ള ജൂതന്മാർ, അല്ലെങ്കിൽ അറബ് ജൂതന്മാരൊക്കെയാണ്. അവർ രണ്ടാം കടമായിട്ട് തന്നെ കാണുന്നത്. അത്തരത്തിൽ രാജ്യത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു വലിയ വിവേചനം ഉണ്ടാക്കിയിട്ടുണ്ട് നെതന്യാഹുവിൻ്റെ കാലത്ത്. അത് രാജ്യത്തിൻ്റെ ജനാധിപത്യവും ബാക്കി എല്ലാ പ്രശ്നങ്ങളും ഇനി മുന്നോട്ടുള്ള പ്രശ്നങ്ങളെ കൂടുതൽ മോശമാക്കും എന്നുള്ള രീതിയിലുള്ളൊരു പ്രസ്താവനയും കൂടെ ഇതിൽ വരുന്നുണ്ട്. ചുരുക്കത്തിൽ വ്യക്തി എന്ന നിലയിൽ നെതന്യാഹു മാറിയാലും അദ്ദേഹം ഇസ്രായേൽ എന്ന ആശയത്തിൽ ഏൽപ്പിച്ച മുറിവുകൾ ദീർഘകാലം നിലനിൽക്കും എന്നാണ് ഈ ഒരു ലേഖനം മുന്നറിയിപ്പായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു കാര്യമാണ് ഒരു ഇസ്രായേലികളുടെ ഉള്ളിൽ തന്നെ ഒരു തോന്നൽ വരുത്താൻ, എന്താണ് നമുക്ക് നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നത് എന്നുള്ള തോന്നൽ വരുത്താൻ വേണ്ടിയിട്ടുള്ള അവിടുത്തെ ആളുകൾ തന്നെ ഇത്തരത്തിലുള്ള ലേഖനങ്ങൾ എഴുതി വിടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇനി മറ്റൊരു വാർത്ത പറയുകയാണെങ്കിൽ ഇസ്രായേൽ നാഷണൽ സെക്യൂരിറ്റി സ്റ്റഡീസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് INSS, ഇസ്രായേൽ നാഷണൽ സെക്യൂരിറ്റി സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് നേരെ ഹാനിബൽ എന്ന് പറഞ്ഞിട്ടുള്ള സൈബർ ഗ്രൂപ്പ്, അതായത് ഇറാനിയൻ സൈബർ ഗ്രൂപ്പ് നടത്തിയ ഹാക്കിങ്ങിനെ കുറിച്ചിട്ട് ചില വിവരങ്ങൾ പുറത്തോട്ട് വരുന്നുണ്ട്. അതായത് ഈ INSS എന്ന് പറഞ്ഞിട്ടുള്ള ഇവർക്കെതിരെ അവരുടെ സെർവർ കംപ്ലീറ്റ്ലി ആണ് ഹാക്ക് ചെയ്ത് കളഞ്ഞിട്ടുള്ളത്. ഇസ്രായേലിലെ പ്രമുഖ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു ഗവേഷണ സ്ഥാപനമാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് INSS. ദീർഘകാലമായിട്ട് വൻതോതിലുള്ള സൈബർ ഓപ്പറേഷൻസ് വിജയകരമായിട്ട് പൂർത്തിയാക്കുന്ന ഒരു സ്ഥലം കൂടാണ്. ഇവരുടെ സെർവറാണ് ഇപ്പം ഹാനിബൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇറാനിയൻ ഹാക്കേഴ്സ് ഗ്രൂപ്പ് ഹാക്ക് ചെയ്തിട്ടുള്ളത്. രഹസ്യ ഓപ്പറേഷൻ വർഷങ്ങളോളം നീണ്ടു നിന്ന അതീവ രഹസ്യമായിട്ടുള്ള നീക്കത്തിലൂടെയാണ് ഈ സ്ഥാപനത്തിൻ്റെ സെർവറുകൾ ഗ്രൂപ്പ് അറ്റാക്ക് ചെയ്തത് എന്നാണ് പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതീവ തീവ്ര രഹസ്യ സ്വഭാവമുള്ള രേഖകളെല്ലാം തങ്ങളുടെ കൈക്കലാക്കി എന്നാണ് അവരിപ്പം പുറത്തോട്ട് പറഞ്ഞിട്ടുള്ളത്. ഇസ്രായേലിൻ്റെ സൈനിക തന്ത്രങ്ങൾ, അതുപോലെ തന്നെ നയതന്ത്ര തീരുമാനങ്ങൾ, മുൻ ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ, മൊസാദ് പോലത്തെ ചാര സംഘടനയുടെ മൊത്തം ഡീറ്റെയിൽസ് എന്നിവ എല്ലാം കൈകാര്യം ചെയ്യുന്ന സ്ഥാപനമാണ് ഈ ഒരു INSS. അപ്പോൾ ഇതാണ് ഇപ്പം ഈ ഹാനിബാൾ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഹാനിബാൾ ഹാക്കേഴ്സ് ഹാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇസ്രായേൽ സർക്കാരിനും സൈന്യത്തിനും സുരക്ഷാ ക്രമീകരണങ്ങൾ ഉപദേശിക്കുന്ന മുൻ മൊസാദ് അതുപോലെ തന്നെ ബിൻ ബൈത്ത് ഉദ്യോഗസ്ഥൻ ജോലി ചെയ്യുന്ന ഇടമാണ് ഇത്. ഇവിടെ നടന്ന ഒരു സുരക്ഷാ വീഴ്ച താഴെ പറയുന്ന ആഘാതങ്ങൾ ഉണ്ടാക്കാം എന്നാണ് ഇപ്പോൾ ഇസ്രായേലിന് അവരുടെ ഇൻ്റലിജൻസ് കണ്ടെത്തിയിട്ടുള്ളത്. അതായത് തന്ത്രപ്രധാനമായിട്ടുള്ള വിവരച്ചോർച്ച ഉള്ളതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ ഭാവി സുരക്ഷാ പദ്ധതികളും പ്രതിരോധ തന്ത്രങ്ങളും ശത്രുക്കൾ കൈക്കലാക്കുക. അതായത് ഇപ്പം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഭാവിയിലോട്ട് ഇവർ കൊണ്ടുവരാൻ പോയ പല പദ്ധതികളുടെയും ഡീറ്റെയിൽസ് ഇവിടെ അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പം അതിനെ ഹാക്ക് ചെയ്യുക അല്ലെങ്കിൽ അതിനെ മറികടക്കാനുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള പല തീരുമാനങ്ങളും ഈ ഇറാൻ പോലത്തെ രാജ്യങ്ങൾക്ക് ഇത് ത്രൂ എടുക്കാൻ പറ്റും. ഇറാന് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഇറാൻ അത് പാസ് ചെയ്യാൻ പോകുന്ന ആർക്കൊക്കെ ആയിരിക്കും നമുക്കറിയാം. ചൈനക്ക് പാസ് ചെയ്യും, റഷ്യക്ക് പാസ് ചെയ്യും, ഇവർക്കൊക്കെ പാസ് ചെയ്യും. അപ്പം അത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കും ഇസ്രായേലിന് ഇനി ഫ്യൂച്ചറിൽ എന്നുള്ളത് അവർ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം ഈ ഒരു സൈബർ ആക്രമണത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഔദ്യോഗികമായി നൽകിയ മറുപടിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ സാങ്കേതിക വിവരങ്ങളോ ഒന്നും ഇതുവരെ IDF അതല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ രഹസ്യ അന്വേഷണ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പോ കാര്യങ്ങളൊന്നും പുറത്തോട്ട് വിട്ടിട്ടില്ല. ഒരു വാർത്ത ജസ്റ്റ് വന്നു എന്നും. അപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത ഇതിൻ്റെ ഇടയിലൂടെ വന്നിട്ടുണ്ട്. അത് നല്ല ഇപ്പം നമുക്കറിയാം ഈ ഹന്താല എന്ന് പറഞ്ഞ ഗ്രൂപ്പ് അമേരിക്കൻ എന്താ പറയുക പട്ടാളക്കാരുടെ ഡീറ്റെയിൽസ് പുറത്തിടുന്നുണ്ട്, IDFൻ്റെ ഡീറ്റെയിൽസ് പുറത്ത് വിടുന്നുണ്ട്. ഇവരും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള പല കൂടിക്കാഴ്ചകളും പല നയതന്ത്ര ബന്ധങ്ങളുടെയും രഹസ്യ സ്വഭാവമുള്ള പല രഹസ്യങ്ങളും പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. ഇപ്പം ഇവരും ഹാനിബാൾ എന്ന് പറഞ്ഞ ഈ ഗ്രൂപ്പും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു സൈഡിൽ നടക്കുന്നുണ്ട്. ഇനി മറ്റൊരു വാർത്ത വന്നിട്ടുണ്ട്. അതായത് 2 അമേരിക്കൻ കപ്പലുകൾ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ഇറാൻ്റെ കണ്ണ് വെട്ടിച്ച് ഇറാൻ്റെ ഇവിടുന്ന് മാറിയിട്ട് ഈ ഒമാൻ തീരത്തുകൂടെ കടന്നു എന്നും പറഞ്ഞിട്ടുള്ളൊരു വാർത്ത കുറേ പേര് പറയുന്നത് കണ്ടു, അതിനെപ്പറ്റി സംസാരിക്കുന്നത് കണ്ടു. യഥാർത്ഥത്തിൽ ഈ 2 കപ്പലുകളും കുടുങ്ങിയിരിക്കുകയാണ്. അതായത് ഇറാൻ്റെ കണ്ണ് വെട്ടിച്ച് പോകാമെന്ന് കരുതിയിട്ടുള്ള, അതായത് ഹോർമോസ് കടലിടക്ക് കടന്നു പോകുന്നതിന് പോയെന്ന് വാഷിങ്ടൺ അവകാശപ്പെടുന്ന 2 അമേരിക്കൻ വാണിജ്യ കപ്പലുകളാണ് ഇപ്പം ഒമാൻ തീരത്തെ പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. അതായത് ഈ ഒമാൻ തീരത്തെ സമുദ്രഭാഗത്തെ അങ്ങേയറ്റം ദുർഘടമായിട്ടുള്ള പാറക്കെട്ടുകൾ നിറഞ്ഞതായിട്ടുള്ള സ്ഥലമുണ്ട്. ഈ സ്ഥലത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ കാരണം കപ്പലുകൾ ഇവിടെ നിന്ന് എളുപ്പത്തിൽ പുറത്തു വരാനോ അല്ലെങ്കിൽ അങ്ങോട്ട് പോകാനോ സാധിക്കാത്ത ഒരു സ്ഥലത്തോട്ട് ആണ് ഈ 2 കപ്പലുകൾ എത്തിയിട്ടുള്ളത്. അതായത് ഇതിൻ്റെ കാരണമായിട്ട് പറയുന്നത് ഈ IRGCയുടെ കണ്ണ് വെട്ടിച്ചിട്ട് ഇറാൻ്റെ
ഡയറക്റ്റ് കണക്ഷൻ ഇല്ലാത്തൊരു സ്ഥലത്ത് മാറി ഒമാൻ, ഇപ്പം നമ്മൾ ഇന്നലെ UAE ഒരു ആക്രമണം നടന്നു അല്ലേ, അതെന്തായിരുന്നു? അത് ഒമാൻ കടലിടുക്കിൽ ഉണ്ടായിട്ടുള്ള, അത് ഒമാൻ തീരത്തോട് അടുപ്പിച്ചുള്ള സ്ഥലത്താണ് ഈ UAE ഈ ഫുജൈറ പോർട്ട് വരുന്നത്. അതിലൂടെ കപ്പൽ മാർഗം നല്ല രീതിയിൽ എണ്ണക്കടത്ത് UAE അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ ഇറാൻ അവിടെ കൊണ്ട് ബോംബിട്ടത്. അപ്പോൾ അതിൻ്റെ സ്ഥാനത്താണ് ഇപ്പോൾ 2 കപ്പലുകൾ അതിനോട് ചേർന്നിട്ട് ഒമാൻ ഉൾക്കടലിൻ്റെ സൈഡിലൂടെ ചേർന്ന് ഇപ്പുറത്തുകൂടെ ഹോർമോസ് ക്രോസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് കയറിപ്പോയത്. അങ്ങോട്ട് കയറി ഇല്ലാത്ത വഴിയിലൂടെ പോയി, അല്ലെങ്കിൽ പാറക്കെട്ടുകളിലൂടെയും അതുപോലെ തന്നെ ഈ ചുണ്ണാമ്പ് പർവ്വതങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ടെന്നാണ് പറഞ്ഞത്. അത്രയും വലിയ സ്ട്രോങ് ആയിട്ടുള്ള സ്ഥലത്ത് കൂടെ രക്ഷപ്പെടാൻ നോക്കിയത് 2 പേരും പെട്ടിരിക്കുകയാണ്. പുറത്ത് വരാൻ പറ്റാണ്ട് പെട്ടിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ പുറത്തോട്ട്, അല്ലെങ്കിൽ അതിൻ്റെ സാറ്റലൈറ്റ് ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഒമാനിലെ മുസാന്തം അതുപോലെ തന്നെ ഗലീസ് ദ്വീപുകൾക്ക് ചുറ്റുമുള്ള പ്രദേശത്ത് മിഡിൽ ഈസ്റ്റിലെ നോർവേ എന്നാണ് ഈ പ്രദേശത്തിന് അറിയപ്പെടുന്നത്. ആഴമേറിയ ഉൾക്കടലുകളും കുത്തനെയുള്ള ചുണ്ണാമ്പ് കല്ല് പാറകളും കപ്പലുകളെ സഞ്ചാരത്തിന് വലിയ രീതിയിൽ ഈ സ്ഥലത്ത് തടസ്സമാണ്. അപ്പോൾ ഹോർമോസ് കടലിടുക്കിൻ്റെ തെക്ക് മേഖലയിൽ നിന്നും വലിയ കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ ആവശ്യമായിട്ടുള്ള വീതിയോ ആഴമോ ഒന്നും ഈ സ്ഥലത്തില്ല. വലിയ വാണിജ്യ കപ്പലുകൾ തിരിയാൻ ആവശ്യമായ സ്ഥലം ഈ പാറക്കെട്ടുകൾക്കിടയിലും ഇല്ല. അപ്പോൾ ഒരിക്കൽ നുഴഞ്ഞ് അതിൻ്റെ അകത്തോടെ കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ കുടുങ്ങി പോകാൻ സാധാരണ കപ്പലുകൾ ചെയ്യാറ്. അപ്പോൾ ഈ വാഷിങ്ടൺ പറയുന്ന ഈ 2 കപ്പലുകളും അവിടെ പെട്ടിരിക്കുകയാണ്. ഇറാൻ്റെ കണ്ണ് തെറ്റിച്ച് പോകാൻ നോക്കിയതാണ്. ഇറാൻ പോലും അങ്ങോട്ട് നോക്കാറില്ല. അങ്ങനെ സ്ഥലത്ത് പെട്ടിരിക്കും. അപ്പോൾ സഞ്ചാര പാതയുടെ സ്വഭാവം ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ 2 കപ്പലുകളും അവിടെ പെട്ടിരിക്കുകയാണ് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത്. അതായത് പുറത്തോട്ട് പോയിട്ടുള്ള കപ്പലുകളുടെ അവസ്ഥ എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായില്ല നിങ്ങൾ. ഇറാൻ വിചാരിച്ചാൽ ഇറാൻ്റെ കണ്ണ് വെട്ടിച്ചങ്ങ് പോകാമെന്ന് വിചാരിച്ച ആൾക്കാരുടെ അവസ്ഥയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇതേപോലെ തന്നെ മറ്റൊരു വാർത്ത വരുന്നത് അമേരിക്കയുടെ KC-46A റീഫ്യൂലിംഗ് വിമാനം സൗദി അറേബ്യയുടെ ആകാശം ഒന്നും പെട്ടെന്ന് കാണാണ്ടായെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് കാണാണ്ടായതല്ല, അത് ടെൽ-അവീവിലേക്ക് മടങ്ങിയതാണ്. അതായത് പേർഷ്യൻ ഗൾഫിൻ്റെ മുകളിലൂടെ ക്രോസ് ചെയ്യാൻ വന്നതായിരുന്നു ഈ ഒരു വിമാനം. ഇതെങ്ങോട്ടാണ് ഇതിൻ്റെ യാത്ര എന്ന് പൂർണ്ണമായൊരു ഉറപ്പ് വന്നിരുന്നില്ല. പെട്ടെന്ന് ഒരു അതായത് 7700 എമർജൻസി കോഡാണ്. ഈ കോഡ് പെട്ടെന്ന് പൈലറ്റിൻ്റെ സൈഡിൽ നിന്ന് വരുന്നു. ടെൽ-അവീവിലേക്ക് മടങ്ങണം എന്നുള്ളൊരു സിഗ്നലാണ് ഈ ഒരു കപ്പലിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പം പെട്ടെന്ന് തന്നെ അതിലൂടെ ഈ ഒരു വിമാനത്തിൽ നിന്ന് വന്നിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ വിമാനം തിരിച്ച് പറക്കേണ്ടായിട്ടുള്ളത്. സാധാരണ ഈ വിമാനങ്ങളിൽ പെട്ടെന്നുണ്ടായ സാങ്കേതിക തകരാറ് അതല്ലെങ്കിൽ മറ്റ് ഗുരുതരമായിട്ടുള്ള എന്തോ ഒരു പ്രതിസന്ധി മുമ്പ് കാണുമ്പോഴാണ് പൈലറ്റുമാർ ഈ കോഡ്, അതായത് 7700 എന്ന് പറഞ്ഞ കോഡ് ഉപയോഗിക്കാറ്. അപ്പോൾ ആ കോഡ് ഉപയോഗിച്ചിട്ടാണ് കപ്പലല്ല ഈ വിമാനം തിരിച്ച് പറഞ്ഞിട്ടുള്ളത്. നിരീക്ഷകർ പറയുന്നത് ഗൾഫ് മേഖലയിൽ ഒരേ സമയത്ത് പ്രവർത്തിച്ചിരുന്ന വിമാനങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതായത് എല്ലാം അമേരിക്കയാണ്. ഇവരെ തന്നെ ഇപ്പോൾ KC-135R KC-46A എന്നീ 2 വിമാനങ്ങൾ തമ്മിൽ ആകാശത്ത് വെച്ച് കൂട്ടിയിടിക്കുകയോ അല്ലെങ്കിൽ കൂട്ടിയിടിക്കാനുള്ള ചാൻസോ അതല്ലെങ്കിൽ ഇറാൻ്റെ സൈന്യം അല്ലെങ്കിൽ ഇറാൻ ആക്രമിക്കും എന്നുള്ള പേടി പെട്ടെന്ന് ഉള്ളത് കൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു തിരിച്ചുപോക്ക് എന്നാണ് പലരും പറഞ്ഞിട്ടുള്ളത്. ഇത് പല വിദഗ്ധരും ഇതിനെ കണക്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒമാൻ തീരത്ത് 2 കപ്പലുകൾ കുടുങ്ങി, അതുപോലെ തന്നെ ഇസ്രായേലിലെ സുരക്ഷാ സ്ഥാപനങ്ങൾക്ക് നേരെയുള്ള ഈ സൈബർ ആക്രമണം പെട്ടെന്ന്, ഇതൊക്കെ ഇന്നുണ്ടായത് കേട്ടോ, ഇന്നലെ ഇന്നുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഈ സൈബർ ആക്രമണം. അതേസമയത്ത് തന്നെ ഈ മിഡിൽ ഈസ്റ്റിലേക്ക് വരുന്ന ഇത്തരത്തിലുള്ള വിമാനങ്ങൾ പെട്ടെന്ന് എന്താ പറയുക പല എമർജൻസി കോഡുകൾ വെച്ച് തിരിച്ചു പോകേണ്ടി വരുന്ന അവസ്ഥ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പം ഗുരുതരമായിട്ടുള്ള ഒരു ഇപ്പോൾ പൊട്ടും എന്നുള്ള രീതിയിൽ ഇങ്ങനെ പൊട്ടാനായിട്ട് നിൽക്കുന്ന ഒരു വലിയൊരു യുദ്ധത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അവിടെ അങ്ങനെ പൊട്ടാനായിട്ട് നിൽക്കുന്നുണ്ട് എന്നാണ് പല ആളുകളും ഇതിനെ വിശേഷിപ്പിക്കാന്നല്ല, ഇത് അതായത് എന്ത് വേണമെങ്കിലും ഒരു യുദ്ധം വരാം, വലിയ രീതിയിലോട്ട് ഈ അടി വരാം എന്നുള്ളൊരു ചിന്തയിലാണ് ആളുകളൊക്കെ നിൽക്കുന്നത്. ഇനി ഇതേ സമയത്ത് അമേരിക്കയുടെ സെനറ്റർ ഉണ്ട് ഗ്രഹാം എന്നൊരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ ആയിരക്കണക്കിന് ആളുകൾ അമേരിക്കൻ പട്ടാളക്കാർ ഇറാനിൽ ഓൾറെഡി എത്തിയിട്ടുണ്ട്. അവർക്ക് ആയുധങ്ങളൊന്നുമില്ല, പക്ഷേ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഇറാനെ തീർക്കാം എന്നാണ് അമേരിക്കയുടെ സെനറ്റർ ഇന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രസ്താവന. നമുക്കത് എന്താ നോക്കാം. ഇറാനിൽ ഞങ്ങളുടെ ദശലക്ഷക്കണക്കിന് സൈനികരുണ്ട്, ബൂട്ട്സ് ഓൺ ദ ഗ്രൗണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അവരുടെ കയ്യിൽ ആയുധങ്ങളല്ല എന്നും കൂടെ ഒന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ആയുധങ്ങളില്ല എന്നേ ഉള്ളൂ, ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇറാനെ ഞങ്ങൾ പല രീതിയിലും നയതന്ത്രപരമായി തീർക്കുമെന്നാണ് പറഞ്ഞത്. നമുക്കറിയാം യുദ്ധം തുടങ്ങുന്നതിൻ്റെ മുമ്പ് ഇറാൻ്റെ അകത്ത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഈ പറഞ്ഞ ആയിരക്കണക്കിന് ആളുകൾ തന്നെ. അന്ന് ഇറാൻ പറഞ്ഞു CIA മൊസാദിൻ്റെ ആളുകളാണ് ഇവിടെ വന്നിട്ട് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്, അവരാണ് ഇവിടെ ആക്രമണങ്ങൾ അയച്ചു വിടുന്നത്, റെജീം ചേഞ്ച് എന്നും പറഞ്ഞിട്ട് അന്നെല്ലാവരും ഒന്നുമില്ല, ഇറാൻ വെറുതെ പറയുന്നത്, ഇറാൻ്റെ ആൾക്കാരെ തന്നെ കൊന്ന് ഒടുക്കുന്നു. ഇപ്പോൾ പച്ചക്ക് വന്നിട്ട് അവർ പറയും ഞങ്ങളുടെ സൈനികർ ആയിരക്കണക്കിൽ സൈനികരാണ് ഇറാനുള്ളത് പച്ചക്ക് വന്ന് അവരെ തന്നെ സെനറ്റർ പറഞ്ഞു. ഇപ്പം വിശ്വാസമായോ? ക്രിസംഗി മുസംഗി വാണങ്ങൾക്കൊക്കെ ഇപ്പോൾ ഒരു തോന്നൽ വന്നിട്ടുണ്ടാവും അല്ലേ? കാരണം ലോകത്തിലെല്ലാവരും ഇത് അക്സെപ്റ്റ് ചെയ്ത് കാര്യങ്ങൾ പറയുന്നുണ്ട്. കുറച്ച് അമേരിക്കൻ തീവ്രവാദികളും ഇസ്രായേലി തീവ്രവാദികളും നമ്മുടെ നാട്ടിലെ സംഘി തീവ്രവാദികളും ഈ ക്രിസംഗി തീവ്രവാദികളുമാണ് ഇപ്പോഴും ഇറാൻ കൊല്ലും. പക്ഷേ ഇറാനിൽ കൊല്ലാൻ ഇത്രയും ആളുകൾ അവിടെ ഇറക്കി കൊടുത്തിട്ടുണ്ട് അമേരിക്കക്കാർ തന്നെ എന്ന് പറയുമ്പോൾ ഇച്ചിരിയൊക്കെ ഒരു ബോധ്യം അല്ലെങ്കിൽ തലയിൽ ചാണകം മാറ്റി ചിന്തിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കൂടെ മനസ്സിലാവും.
അതുകൊണ്ടാണ് ഈ വാർത്തക്കുള്ള പ്രാധാന്യം എന്താണെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത്, ഈ പ്രസ്താവന അർത്ഥം എന്ന് പറഞ്ഞിട്ടുള്ളത്, അതായത് ജനകീയ വിപ്ലവം, ഇറാനിൽ നിലവിലെ ഭരണകൂടത്തെ എതിർക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ആളുകൾ അവിടെ കൊണ്ടിട്ടത് എന്നും, ഈ ഒരു ആളുകളെ അതായത് സൈന്യത്തിന് ആയുധം കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് ഇവിടുന്നൊക്കെ പിടിക്കും, പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ആയുധങ്ങൾ കൊടുക്കാണ്ട് ഇവരെ ഈ ആളുകളെ മൊത്തത്തിൽ മാറ്റി എടുക്കുക, അല്ലെങ്കിൽ ആ ആൾക്കാരുടെ കൂട്ടത്തിലോട്ട് ഇവരെ ബ്രെയിൻ വാഷ് ചെയ്യി, ഇറാനിലുള്ള ആൾക്കാരെ തന്നെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് അവിടെ ഞങ്ങളുടെ ഒരു ആയുധങ്ങളില്ലാത്ത വലിയൊരു പട്ടാളത്തിനെ ഞങ്ങൾ ഇറാൻ്റെ അകത്ത് തന്നെ ഉണ്ടാക്കിയിട്ട് ഇറാനെതിരെ ഞങ്ങൾ യുദ്ധം ചെയ്യിപ്പിക്കും എന്നാണ് ഇതിൻ്റെ ബേസിക് ഉദ്ദേശം. അതാണ് പുള്ളി ഉദ്ദേശിച്ചത്. അങ്ങോട്ട് കുറച്ച് ആൾക്കാരെ വിട്ടിട്ട്, അതായത് കേടായ 2 തക്കാളി നല്ല തക്കാളിൻ്റെ കൂട്ടത്തിലോട്ടിട്ട് മൊത്തം തക്കാളിനെയും കേടാക്കുക, ഇതാണ് പരിപാടി. ഇതാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിദേശ സൈനിക ഇടപെടലിനേക്കാളും ഉപരിയായി ഇറാൻ്റെ ഉള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തി ഇറാൻ അങ്ങോട്ട് തകർക്കുക എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതായത് ജനക്കൂട്ടത്തെ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ് ഇപ്പോൾ എല്ലാവർക്കും മുമ്പ്. ഇതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന്. ഇറാൻ്റെ ഭരണകൂടത്തിന് ജനകീയ പിന്തുണ കുറവാണെന്നും അവർക്ക് ആയുധം ലഭിക്കുകയോ അല്ലെങ്കിൽ വിദേശ പിന്തുണ കിട്ടുകയോ ചെയ്താൽ വലിയൊരു അട്ടിമറിക്ക് അവിടെ സാധ്യത ഉണ്ടെന്നും കൂടെ ഇയാൾ ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട് ഇയാളുടെ ഈ പ്രസംഗത്തിൽ. നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ മതി, യൂട്യൂബിൽ നോക്കിയാൽ അതിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ മനസ്സിലാവും എന്താണ് അമേരിക്ക അവിടെ ഉദ്ദേശിച്ചത്, എന്താണ് അവന്മാർ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇന്ന് രാവിലെ വന്ന മറ്റൊരു വാർത്തയോടെ പറയാം. ഏതായാലും നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ പറയില്ല. അതായത് അമേരിക്കൻ്റെ ഇൻ്റലിജൻസ് പുറത്തോട്ട് വിട്ടുള്ള, റോയിറ്റേഴ്സാണ് ഇത് പുറത്തോട്ട് പറഞ്ഞിട്ടുള്ളത്. അമേരിക്കൻ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം ഇറാൻ്റെ ആണവ പദ്ധതികളെക്കുറിച്ച് ആശങ്കകൾ കൂടുതൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അതിൻ്റെ സത്യാവസ്ഥ, അടുത്തിടെ മേഖലയിൽ നടന്ന സൈനിക സംഘർഷങ്ങളൊന്നും ഇറാൻ്റെ ആണവ പദ്ധതിയുടെ വേഗത കുറയ്ക്കാനോ അതല്ലെങ്കിൽ അത് ഇല്ലാണ്ടാക്കാനോ അതിനെന്തെങ്കിലും ക്ഷതമേൽപ്പിക്കാനോ പറ്റിയിട്ടില്ല എന്നാണ് അമേരിക്കൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ ഇപ്പം പുറത്തോട്ട് വരുന്നത്. ആയുധ നിർമ്മാണത്തിനുള്ള സമയം അവർ കണക്കാക്കുന്നത്, ഒരു ആണവായുധം നിർമ്മിക്കാൻ ഇറാൻ തീരുമാനിച്ചാൽ അതിനായി അവർക്ക് ഏകദേശം 9 മുതൽ 12 മാസം വരെ സമയം മതി എന്നാണ് ഉദ്യോഗസ്ഥരുടെ കണക്കുകൂട്ടൽ. ഇതേ കണക്കും പറഞ്ഞിട്ടാണ് കഴിഞ്ഞ 40 വർഷമായിട്ട് ഇറാനെതിരെ യുദ്ധം ചെയ്ത്, അല്ലെങ്കിൽ ഇറാനെതിരെ ഇത്തരത്തിലുള്ള ഉപരോധങ്ങൾ ഉണ്ടാക്കി. ഇപ്പം അവർ തന്നെ പറഞ്ഞു 1 വർഷം മതി, 9 മാസം മുതൽ 12 മാസം വരെ മതി. പക്ഷേ 40 വർഷമായിട്ടും ഇറാൻ അത് ഉണ്ടാക്കിയിട്ടില്ല, ഇറാൻ അത് പ്രയോഗിച്ചിട്ടില്ല. അത് പ്രയോഗിച്ച ഒരേ രാജ്യം അമേരിക്കയാണ്. അതിൻ്റെ എഫക്റ്റാണ് നമ്മൾ ഹിരോഷിമയിലും നാഗസാക്കിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം എന്നിട്ട് ആ രാജ്യമാണ് ഇപ്പം ഇറാൻ ഉണ്ടാക്കും എന്നും പറഞ്ഞ് 40 വർഷമായിട്ട് ഇസ്രായേൽ പറയുന്നത് കേട്ട് അവന്മാരുടെ ആസനം താങ്ങി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പം വീണ്ടും ഇൻ്റലിജൻസ് എന്ന് പറയാണ്, ഇറാൻ്റെ ഒരു പ്രശ്നങ്ങൾക്കില്ല, ഇറാൻ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ വിചാരിച്ചു കഴിഞ്ഞാൽ 9 മാസം 12 മാസം വരെ മതി, അവരിപ്പോൾ അത് ഉണ്ടാക്കും. അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ തീർന്ന് ഇസ്രായേലും ഞങ്ങളും ഒക്കെ തീരും എന്നുള്ള പേടി, അല്ലെങ്കിൽ ഇതാണ് ഇൻ്റലിജൻസ് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് യുറേനിയം ശേഖരണം, ഇറാൻ്റെ പക്കലുള്ള അതിവേഗം സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം ഇപ്പോഴും സുരക്ഷിതമാണെന്നും അതിനെ തുടർന്ന് അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് അവർ ഈ ഒരു ഇതുണ്ടാക്കും, അതായത് ആണവ ആയുധങ്ങൾ ഉണ്ടാക്കും എന്നും കൂടെ അവർ വ്യക്തമാക്കുന്നുണ്ട്. കുറച്ച് കാലമായി നടക്കുന്ന സൈനിക നീക്കങ്ങളോ സൈബർ ആക്രമണങ്ങളോ ഇറാൻ്റെ ആണവ സാങ്കേതിക വിദ്യയോ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കോ കാര്യമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ബാധിച്ചിട്ടില്ല എന്ന് തന്നെ അമേരിക്കയുടെ ഇൻ്റലിജൻസ് ഇന്ന് വന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് റോയിറ്റേഴ്സ് പുറത്തോട്ട് വിട്ടിട്ടുള്ള വാർത്തകൾ. നിങ്ങൾ കണ്ടല്ലോ അവിടെ എന്താണ് നടക്കുന്നത്, ഇറാൻ എന്തുകൊണ്ട് അത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്, ഞങ്ങളെ തൊടാൻ നിങ്ങൾ ഇനിയും വന്നോ, യുദ്ധത്തിൽ ഞങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞത്. ഇറാൻ്റെ കയ്യിലുള്ള ആയുധ ശേഖരങ്ങൾ അതുപോലെ ഉണ്ട്, യുറേനിയം അതുപോലെ ഉണ്ട്. ആണവായുധം അവർ ഉണ്ടാക്കില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കും എന്നും പറഞ്ഞിട്ട് ഇറാൻ അങ്ങ് തീർക്കാമെന്നും വിചാരിച്ചിട്ടാണ് ഈ യുദ്ധം. ഇപ്പോഴും റെജീം ചേഞ്ച് നടന്നിട്ടില്ല, പ്രോക്സികളുടെ സപ്പോർട്ട് ഒന്നും ഒരു കുറവും ഇറാൻ വരുത്തിയിട്ടില്ല. മിസൈൽ ശേഖരങ്ങളോ അല്ലെങ്കിൽ മിസൈൽ ഉണ്ടാക്കുന്നത് ഇറാൻ നിർത്തിയിട്ടില്ല. ഇപ്പം അതൊക്കെ മാറ്റി ഇപ്പം വെറും യുറേനിയത്തിൻ്റെ മേലോട്ടും ഹോർമോസിലോട്ടും അടയ്ക്കാത്ത ഹോർമോസ് അടപ്പിച്ചത് ആരാണ്? അമേരിക്ക ഒന്ന് അടച്ച് ഇറാൻ അതിൻ്റെ കൂട്ടത്തിൽ അടച്ചു. അപ്പം അമേരിക്കയായിട്ട് ഉണ്ടാക്കിയ യുദ്ധം, അമേരിക്ക ഇസ്രായേലായിട്ട് ഉണ്ടാക്കിയ യുദ്ധം, അവർ തന്നെ പറഞ്ഞ കാര്യങ്ങൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റായിട്ട് അവർ മറ്റ് ലോകരാജ്യങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഹോർമോസ് അടയ്ക്കുന്നു, ഈ പേര് പറയുന്നു, ആ പേര് പറയുന്നു, യുദ്ധം അങ്ങനെ പോകുന്നു. ഇത് കണ്ടിട്ട് അതിൽ മുസ്ലിങ്ങൾ ചാവില്ലോ എന്നുള്ള ആവേശത്തിൽ നമ്മുടെ നാട്ടിലെ സംഘികളടക്കം തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുന്നു. കഷ്ടം. ഇതാണ് ഇപ്പോൾ നടക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റുകൾ പറയാനുള്ളത്. ഇനി വേറെ വല്ലതും വരികയാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ശരി.